നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് കാലം മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രോഡക്റ്റ് എനിക്ക് വന്നിട്ടുണ്ട്, അതായത് ഒരിടത്തുനിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒരു മാസം യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ട് എന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും നാൾ അത് യൂസ് ചെയ്ത് നോക്കി. എനിക്ക് എന്താണോ ജെനുവനായിട്ട് തോന്നിയത് അതാണ് കേട്ടോ നിങ്ങളിലേക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കാൻ പെയ്ഡ് പ്രൊമോഷൻ ആണോ, വന്ന് ജെനുവനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഈ എല്ലാത്തിനും പൊക്കി പറയാനാണോ എന്നൊക്കെ തോന്നാം. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഞാൻ ഒരു കാശ് പോലും ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഇതൊക്കെ എനിക്ക് ആ ചേച്ചി അയച്ചു തന്നതാണ്. എന്നിട്ട് എന്താണോ എനിക്ക് ജെനുവനായിട്ട് ഇത് യൂസ് ചെയ്തിട്ട് തോന്നുന്നത് അത് മാത്രം നിങ്ങളോട് പറയാനാണ് കേട്ടോ പറഞ്ഞത്. അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളോട് എന്താണോ എനിക്ക് തോന്നിയത് അത് പറയാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറേ റെമഡീസും കാര്യങ്ങളൊക്കെ നമ്മുടെ പിമ്പിൾ റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഞാൻ അതിൽ ചെയ്ത ഫേസ് പാക്കോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ പാടാണ്, ഇൻഗ്രീഡിയൻസ് കിട്ടാൻ പാടാണ്, ഹോസ്റ്റലിലാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സംഭവം ഇവർക്ക് ഫേസ്ബുക്കും ഉണ്ട്, അതേപോലെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ സേഫായിട്ട് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഇത് ഏത് പ്രോഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. ഇത് നമ്മുടെ ആയുഷ് ഹെർബൽസ് ആണ് കേട്ടോ. അപ്പം അത് ഒരു ഫാത്തിമ എന്ന് പറയുന്ന ചേച്ചിയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ചേച്ചിയാണ് കേട്ടോ അതിൻ്റെ ഫൗണ്ടർ. അപ്പോൾ ചേച്ചി അവർ തന്നെ ചെയ്തെടുക്കുന്ന മാനുഫാക്ചറിങ് എല്ലാം അവർ തന്നെയാണ് കേട്ടോ. അപ്പം ഇത് കുറേ മൊത്തം ഹെർബൽ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അതായത് കെമിക്കലായിട്ടുള്ള ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ശരീരത്തിനായാലും മുഖത്തായാലും സ്കിന്നിനൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്ത് ഹെർബലായിട്ട് ചെയ്തിരിക്കുന്ന കുറേ പ്രോഡക്റ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ദോഷവശങ്ങളായിട്ടുള്ള ഒന്നും ഇതിലില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ എന്തായാലും ഒരു മാസം യൂസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു റിവ്യൂ കൂടെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ എനിക്ക് ഇവർ അയച്ചു തന്നിരിക്കുന്നത് നമ്മുടെ പിമ്പിൾസ് റിലേറ്റഡ് ആയിട്ട് ഒരു ആക്നെ കിറ്റ് പോലത്തെ കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ. ഇത് മാത്രമല്ലാതെ കുറേ പ്രോഡക്ട്സ് ഇനിയും അവർക്ക് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയാണ് അയച്ചു തന്നത് ഇങ്ങനെ ഓരോന്നും പറയാതെ ഞാൻ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആദ്യം എനിക്ക് അയച്ചു തന്നത് ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഫേസ് വാഷ് എന്ന് പറയാൻ എനിക്ക് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കോലമൊക്കെ പോയി കിടക്കുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടോ, ഞാൻ യൂസ് ചെയ്ത് ഇതിൻ്റെ പദം വരുത്തിയിട്ടുണ്ട്. തുമ്പത്തെങ്ങാണ്ട് ഒരു ഇത്തിരി ഉള്ളൂ കേട്ടോ. ബാക്കി ഫുള്ള് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ എല്ലാ പ്രോഡക്ട്സും, അതായത് ഈ ആയുഷ് ഹെർബൽസിൻ്റെ എല്ലാ പ്രോഡക്ട്സും നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റിൽ നിന്ന് ചെയ്യുന്നതാണ് കേട്ടോ. ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തേതാണ് അവരുടെ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പം ഇതും ഫുള്ള് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇൻഗ്രീഡിയൻസ് ഇതിലുള്ളത് ഫ്രൂട്ട്സ്, നീം, പുതിന, റോസ്, ഹണി, ടീ ട്രീ എസൻഷ്യൽ ഓയിൽ. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ടീ ട്രീ എസൻഷ്യൽ ഓയിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ പിമ്പിൾസ് ഒക്കെ ഉള്ള സ്കിന്നാണെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങി വെക്കണമെന്ന് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനും പിമ്പിൾസ് മാറ്റാനും സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഇതിൽ MRP വന്നിട്ട് 225 എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടില്ല ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. അതായത് എന്താ പറയുക, ഒരു ഫേസ് വാഷ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ കൈ ഒഴിക്കുമ്പോൾ നമ്മളിങ്ങനെ തേനൊക്കെ ഇങ്ങനെ ഒഴിക്കുന്ന രീതിയിലാണ് കേട്ടോ പോണേ. ഈ ഹണിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ ഉള്ളൂ. മണമെന്ന് പറയാനും ഇതിലുള്ള ആ ഹെർബലിൻ്റെ ആ ഒരു മണമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഫ്രാഗ്രൻസ് ഒന്നും ഇതിലില്ല. അപ്പോൾ ഫ്രാഗ്രൻസ് ഇല്ലാത്ത തന്നെ നമ്മുടെ സ്കിന്നിന് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഭയങ്കരമായ രീതിയിൽ പതയൊന്നുമില്ല, അതുകൊണ്ട് അത്ര ഹാർഷും അല്ല. നമുക്കിത് സേഫായിട്ട് നമ്മുടെ മുഖം ക്ലീൻ ആവാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. മാത്രമല്ല ഇത് അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട്, അതായത് ഈ പതയില്ല. ഇനി അങ്ങനെയല്ല, ഇത് ഭയങ്കര എന്താ പറയുക, ഒരു മൈൽഡ് ഫേസ് വാഷ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് ക്ലീൻ ആവില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് നല്ല രീതിയിൽ ഫേസ് ക്ലീൻ ആക്കുന്നുണ്ട്, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുന്നുമുണ്ട് കേട്ടോ. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പിമ്പിളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കാം. നല്ലതാണ് കേട്ടോ, നല്ലതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഇവിടെ ഒരു ആൻറ്റി ഏജിങ് ടോണറാണ് കേട്ടോ. ഇത് നമുക്ക് കുറേ കാലം വാങ്ങിയാലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ ക്വാണ്ടിറ്റി. ഇത് മൾട്ടി വിറ്റമിൻ ആൻറ്റി ഏജിങ് ടോണറാണ്. അടുത്തത് എനിക്ക് അയച്ചു തന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 275 എന്നാണ് MRP കിടക്കുന്നത് കേട്ടോ. ഇൻഗ്രീഡിയൻസ് വരുന്നത് ഫ്രൂട്ട്സ്, റോസ് പെറ്റൽ, ഗ്രീൻ ടീ, നീം, ജെറേനിയം, ടീ ട്രീ ആണ്. അപ്പോൾ ഇവരിതിൽ പറയുന്നത് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഓപ്പൺ പോർസ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനും നമ്മുടെ ഒരു pH ലെവൽ ഇൻക്രീസ് ചെയ്യാൻ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ടോണേഴ്സ് ഒക്കെ നമ്മുടെ pH ലെവൽ ഫേസിൽ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് ആ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയുകയാണ് നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസ് ആയാലും ആക്നെ മാർക്സ് ഒക്കെ പോകാനായിട്ട് ഭയങ്കരമായ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിന് മണം ഒന്നുമില്ല കേട്ടോ, ഒരു മണവും ഇല്ല. നമ്മളെ മുഖത്ത് അടിക്കുകയാണെങ്കിൽ എന്തോ വെള്ളം സ്പ്രേ ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ചില ടോണേഴ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു മണവും അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതും നല്ലതാണ്, എനിക്കിതും ഇഷ്ടമായി, ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സംഭവം ടോണറാണ് കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആക്നെ പിമ്പിൾസൊക്കെ ഉള്ളവർക്ക് അതും ബെസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്കൊരു ഇതായിട്ടങ്ങ് പോകാം കേട്ടോ. അപ്പോൾ അടുത്തത് അവരുടെ മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് ഫ്രൂട്ട് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതെന്താ പറയുക, ഒരു ജെൽ ടൈപ്പ് കണക്കാണ് എനിക്ക് ഇരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇത് ചേച്ചിയുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു, ഇത് അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും കേട്ടോ. നിങ്ങളുടെ ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിലോ ഡ്രൈ സ്കിൻ ആണെങ്കിലോ അതിനനുസരിച്ചുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പക്ഷേ എനിക്കിത് കറക്റ്റായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒരു ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊരു ജെൽ ടൈപ്പ് കണക്കാണ് വർക്കായത്. പക്ഷെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിനും മണമൊന്നുമില്ല കേട്ടോ. ഒരു വെള്ള കളറാണ്, ഇങ്ങനെ ഒഴുകി പോകുന്ന കണക്കാണ്. ഇത് കണ്ടോ, ഞാനിത് യൂസ് ചെയ്ത് ഫുള്ള് തീരാറായി കേട്ടോ. ഞാനപ്പോൾ ഇപ്പോഴെങ്കിലും ഇതേ നോക്കിക്കോണേ, ഇപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണമല്ലോ. ഇതേ കണ്ടോ, ഒരു വെള്ളം പോലെ അങ്ങ് അലിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഒരു ഇതാണ് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിൻ്റെ നല്ലൊരു മണം, അതായത് ആ ഒരു ഇതിൽ ചേർന്നിരിക്കുന്ന ആ ഹെർബൽസിൻ്റെ ഒക്കെ മണമില്ലേ, എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ആ മണം. ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ എല്ലാം ഫ്രൂട്ട് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതിൽ ഇൻഗ്രീഡിയൻസ് വന്ന ഫ്രൂട്ട്സ് ഉണ്ട്, ജോജോബ ഉണ്ട്, റോക്ക് ഷിപ്പ് ഉണ്ട്, ടീ ട്രീ ഉണ്ട്, ആർഗൺ ഓയിൽ ഉണ്ട്, ജെറേനിയ ഉണ്ട്. ഇതൊക്കെ എസെൻഷ്യൽ ഓയിലാട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞ എനിക്ക് ആക്നെ ഉണ്ടെങ്കിലും ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടെങ്കിലും നല്ലതാണ് ഇത് യൂസ് ചെയ്യാൻ. പിന്നെ അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ചേച്ചി അതിൻ്റേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരുമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എടുക്കുന്നത് 350 ആണ്. അപ്പോൾ ഇത്രയാണ് സംഭവങ്ങൾ. ഓക്കെ, ഇതും കിടിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ ടൈമിൽ ഇത് മൂന്നുമായിരുന്നു കേട്ടോ കോമ്പിനേഷനായിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ കുറച്ച് കാലം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഒരു രീതിയിലുള്ള പിമ്പിൾസോ കാര്യങ്ങളോ ഇത് കാരണം വന്നിട്ടില്ല. മാത്രമല്ല എനിക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ ചെറുതായിട്ടൊന്നും മങ്ങിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നല്ലതാണ് കേട്ടോ, അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ, നല്ല സാധനങ്ങളായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് ഇവരുടെ ഒരു സ്കിൻ കെയർ ഓയിലാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇതിന് എന്ത് മണമോ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള മണമാണ് കേട്ടോ. ഈ മണം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പഴയ കാലത്ത് ഫ്രൂട്ട്സിൻ്റെ മിഠായി ഒക്കെ ഇല്ലേ, ഒരു പുളിപ്പൊക്കെയുള്ള മിഠായി, അതിൻ്റെ ഒരു സ്മെല്ല് ഒക്കെ വരുമായിരുന്നു. അങ്ങനെ ഞാൻ ആ ചേച്ചീൻ്റെ വീഡിയോ എടുത്ത് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിൽ ചേച്ചി പറഞ്ഞായിരുന്നു എല്ലാവരും പറയാറുണ്ട് നമ്മുടെ ഹൽവ ഇല്ലേ അതിൻ്റെ ഒരു മണമാണ്. സത്യം കേട്ടോ, അതിന് എനിക്ക് തോന്നി നമ്മുടെ ഈ ഹൽവയിലൊക്കെ ഒരു ഓയിൽ ഇരിക്കില്ലേ അതിൻ്റെ ഒരു മണമാണ് കേട്ടോ. അപ്പം ഇത് ഫ്രൂട്ട്സിൻ്റെ ഓയിലാണ് കേട്ടോ. ഇതിൽ ഈ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് വരുന്നുണ്ട്, മഞ്ചിഷ്ട വരുന്നുണ്ട്, ഇരട്ടി മധുരം വരുന്നുണ്ട്, റോസ്, അശോകം, ഓറഞ്ച്, പൊമഗ്രനേറ്റ് ആൻഡ് അതർ 10 ഇൻഗ്രീഡിയൻസ് എന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, എല്ലാം ഹെർബൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫുൾ ബോഡി ബ്രൈറ്റനിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ കഴുത്തിൻ്റെ കറുപ്പും കാര്യങ്ങളൊക്കെ മാറാനും പിന്നെ നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു ഓയിലാണ്. ഇത് നമ്മൾ അധികം അങ്ങോട്ട് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതൊരു 2 to 3 ഡ്രോപ്സ് ഒക്കെ ആദ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ആദ്യത്തെ ഒരു 2-3-4 ദിവസം ഒരു 2 to 3 ഡ്രോപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസ് മസാജ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇത്രയും ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. ഇത് പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരു 3 ദിവസം മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. കാരണം ഓയിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫേസിൽ അധികം അങ്ങോട്ട് ഇട്ടതിനെ പിമ്പിൾസ് വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു 2 to 3 ഡ്രോപ്സ് ഒക്കെ വെച്ചിട്ട് ഫേസ് മസാജ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ഇതല്ലെങ്കിൽ ഫുൾ ബോഡിയിലോ മുഖത്തോ ഒക്കെ ജസ്റ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുളിക്കാനൊക്കെ ഇത് എടുക്കാം കേട്ടോ. മാത്രമല്ല ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ്സാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ആ ചേച്ചി ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരും കേട്ടോ. പിന്നെ അടുത്തതാണ് ടീ ടർമറിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മരമഞ്ഞൾ എന്ന് പറയുന്ന സംഭവം. ചിലർക്കൊക്കെ നമ്മുടെ കസ്തൂരി മഞ്ഞളൊക്കെ ഭയങ്കര അലർജി ആയിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഇതെങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ
ഈ ഓപ്പൺ പോസും ഡാർക്ക് സ്പോട്ട്സും മാറാനുള്ള ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ സംഭവം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഇത് വെറും നമ്മുടെ തൈരുണ്ടല്ലോ, തൈരിൽ മിക്സ് ചെയ്ത് നമുക്ക് മുഖത്തിട്ടാലും മാറ്റം നല്ലതാണ് കേട്ടോ. പിമ്പിൾസൊക്കെ മാറാൻ നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഫേസ് പാക്കിൽ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഫേസ് പാക്ക് ഇടാവുന്നതാണ്. ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ നമ്മുടെ കടലമാവ് ഉണ്ടല്ലോ, കടലമാവിനകത്ത് ഇതും കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്തിടുകയാണെങ്കിലും പിമ്പിൾ മാർക്സ് ഒക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ്. ലാസ്റ്റ് വന്നിട്ട് ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇത് അവരുടെ തന്നെയാണ്. ഇതൊരു ഫ്രൂട്ട് ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇതിൽ വന്നിട്ടുള്ളത് ഫ്രൂട്ട്സ് ഉണ്ട്, റോസ് ഉണ്ട്, ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം ഓറഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ചേരുന്നുണ്ട്. ഇതും ആക്നെയും സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട് മാറാനും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതും നല്ലൊരു സംഭവമാണ്. ഞാൻ ദേ യൂസ് ചെയ്തിട്ടുണ്ട് കുറേ. ഞാനിത് എന്തിലായിരുന്നു മിക്സ് ചെയ്തത്? ഞാനിത് പാലിലോ തൈരിലോ മിക്സ് ചെയ്തിട്ടായിരുന്നു മുഖത്തിട്ടുകൊണ്ടിരുന്നത് കേട്ടോ. നല്ല ഫ്രഷ്നെസ് തോന്നുമായിരുന്നു കേട്ടോ ഇതിട്ട് കഴിയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 225 എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആ ചേച്ചി എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത് എന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഞാൻ മുഖം രാവിലെ എണീച്ച് വന്നിട്ട് കഴുകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോണർ ഇടുമായിരുന്നു കേട്ടോ. അല്ല കേട്ടോ, അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ലേ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ആദ്യം ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മുഖം കഴുകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ മാസ്ക് ഉണ്ടല്ലോ, ഇത് ഞാൻ രാവിലെ പാലിൽ മിക്സ് ചെയ്ത് മൂത്തിടും രണ്ടാമതായിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് ആ പാക്ക് ഉണങ്ങിക്കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് ഞാൻ ഇവരുടെ ടോണർ അടിക്കുമായിരുന്നു മുഖത്ത്. ടോണർ അടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ഈ മോയ്സ്ചറൈസറും ഇട്ട് കൊടുക്കുമായിരുന്നു. ഇത്രയും സംഭവങ്ങളാണ് രാവിലെ ചെയ്തുകൊണ്ടിരുന്നത്. വൈകിട്ടാവുമ്പോൾ ഈ മുഖം ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് ഈ ഓയിൽ ഉണ്ടല്ലോ, ഇത് ആഴ്ചയിൽ 3 ദിവസം ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓയിൽ യൂസ് ചെയ്യുന്ന ടൈമാണെങ്കിൽ ഒരു 2 to 3 ഡ്രോപ്സ് എടുത്തിട്ട് ഞാൻ മുഖം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കടലമാവും ഈ ടീ ടർമറിക് ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തത് മുഖത്ത് ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് കഴുകി കളയുമായിരുന്നു. അതായത് ഫേസ് ക്ലീൻ ആവാനും നല്ലതാണ്. ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് ഞാൻ ഇത് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ടായിരുന്നു മുഖം കഴുകുന്നത്. ഇങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ റിസൾട്ട് പറയാനാണെങ്കിൽ എനിക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അധികം പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പിമ്പിൾസ് അങ്ങനെ വന്നിട്ടേ ഇല്ല. പിന്നെ നമുക്കിപ്പോൾ ആക്റ്റീവായിട്ട് എന്തെങ്കിലും പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ ഈ പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ എന്നോട് കുറേ പേര് പറയാനുണ്ട്, ചേച്ചി എനിക്ക് ഞാൻ കാണിച്ചു തന്ന ആ ഒരു പ്രോഡക്റ്റൊക്കെ കയ്യിലില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നുണ്ടാണെങ്കിൽ വാങ്ങാൻ വഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടും യൂസ് ചെയ്യാം കേട്ടോ, ആയുഷ് ഹെർബൽസിൻ്റെ. കാരണം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്കൊന്നും ഇതിൽ നെഗറ്റീവായിട്ട് പറയാനില്ല. ഇത് ഫുള്ള് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അത് തന്നെ ഭയങ്കര ഒരു സംഭവമാണ്. നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആക്നെ പ്രോൺ സ്കിൻസിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ചേച്ചിക്ക് അവർക്കാണെങ്കിൽ ഫേസ്ബുക്കും ഉണ്ട്, ഇൻസ്റ്റഗ്രാമും ഉണ്ട്. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവർ വാട്സപ്പ് നമ്പർ തരും. അതിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ നിങ്ങളോട് മിണ്ടിയിട്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഇഷ്യൂ എന്താണെന്ന് തിരക്കി അതിനുള്ളത് അവർ തന്നെ സജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് കൺമഷി, ലിപ് ബാം ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഞാൻ പിന്നൊരിക്കലും അതൊക്കെ വാങ്ങണം. അപ്പോൾ ഇത്രയും ഞാൻ യൂസ് ചെയ്തതിൽ ഭയങ്കര നല്ലതാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്യാം കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നില്ല ഇതിലൊന്നും ഒരു നെഗറ്റീവ് ഉണ്ടെന്ന്. പിന്നെ ആ ചേച്ചി തന്നെ പറയുന്നുണ്ട്, ചേച്ചി തരുന്ന പ്രോഡക്ട്സൊക്കെ ചേച്ചി തന്നെ ഒരു 96% ആണ് പറയുന്നത് ആൾക്കാർക്ക് അത് സ്യൂട്ടാവും. ബാക്കിയുള്ളത് അവർ ക്ലെയിം ചെയ്യുന്നില്ല. കാരണം എല്ലാവർക്കും ചേരണമെന്നില്ലല്ലോ. ചില നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് തന്നെ ചിലർക്ക് ചേരാറില്ല. ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഞ്ഞൾ ചിലർക്കൊട്ടും ചേരാറില്ല. എനിക്ക് കസ്തൂരി മഞ്ഞൾ ചില ടൈമിൽ നല്ല രീതിയിൽ മുഖത്ത് പിമ്പിൾസ് വരാറുണ്ട്. മഞ്ചിഷ്ട എനിക്ക് ചില ടൈമിൽ പിമ്പിൾസ് വരാറുണ്ട്. പക്ഷേ ഇതിൽ യൂസ് ചെയ്തത് കുഴപ്പമില്ല. അതായത് മഞ്ചിഷ്ട മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് വരാറുണ്ട് എന്ന് കരുതി മഞ്ചിഷ്ട കൊള്ളില്ല എന്നല്ലല്ലോ അതിനർത്ഥം. അപ്പോൾ അവർ അത്രയാണ് പറയുന്നത്. പിന്നെ ഒരു ബോട്ടിലൊക്കെ ഫുള്ളി യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ആണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് ഫുള്ളി യൂസ് ചെയ്യണം. എന്തായാലും എനിക്ക് ഈ ഇത്രയും കാലം യൂസ് ചെയ്തതിൽ ഇതിനെപ്പറ്റി നല്ലതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളടുത്ത് പറയുന്നത്. ഇപ്പം മടിച്ചന്മാരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കയ്യിൽ കിട്ടുമല്ലോ. 2 to 3 or 4 days ഒക്കെ എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചടപടയെന്നെടുത്ത് മുഖത്തിടാനായിട്ട് ഭയങ്കര ഈസിയാണ്. മൊത്തം ഹെർബലാണ്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇത് എങ്ങനെ വാങ്ങാമെന്നുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. വേണം എന്നുള്ളവർ ചേച്ചിയുടെ അടുത്ത് പോയി വാങ്ങിയാൽ മതി കേട്ടോ.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.